ദിവ്യാത്മാക്കൾക്ക് വിനീതമായ നമസ്കാരം. പരമമായ ഏകമായ ആ പരമ്പൊരുളിനെ നാം ഇവിടെ പലതായി കാണുന്നു. ഒരേ ശക്തി തന്നെയാണ് കണ്ണിലൂടെ രൂപമായും ചെവിയിലൂടെ ശബ്ദമായും ഒക്കെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നാനാത്വത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ശബ്ദത്തിലും സ്പർശ രൂപരസഗന്ധാദികളിൽ ഭ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇവ അഞ്ചിനും ആധാരമായിരിക്കുന്ന ഏകതത്വത്തെ അറിയാൻ സാധിക്കുകയില്ല. എന്നാൽ ഏകതത്വത്തെ അറിഞ്ഞാൽ ആ ഏകത്വത്തെ നാനാത്വമായി കാണാനും സാധിക്കില്ല. സത്യത്തിലുള്ളത് ഏകത്വമാണ്. ആ ഏകത്വമാണ് ഉപാധിക്ക് വിധേയമായപ്പോൾ ഇവിടെ പലതായി പരിണമിച്ചത്. അപ്രകാരമാണ് ഈ ജഗത്തെന്ന ഈ പ്രതിഭാസവും. അതിനാൽ ഒരു കവി പറയുന്നു, നാനാത്വം കാണുമ്പോൾ ഏകത്വം കാണില്ല, കാണില്ല നാനാത്വം ബ്രഹ്മത്തിലും. ലോകം തെളിഞ്ഞതും ലോകം മറഞ്ഞതും ആധാരമായ പരമ്പൊരുളിൽ. ഈ ലോകം തെളിഞ്ഞു വരുന്നതും ഈ ലോകം നിലനിൽക്കുന്നതും ഈ ലോകം മറയുന്നതും ഇതിനെല്ലാത്തിനും ആധാരമായിരിക്കുന്ന ആ പരമസത്യത്തിലാണ്. അതേകമാണ്. ഏകമായിരിക്കുന്ന അതാണിവിടെ പലതായി പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ബോധം നമുക്കുണ്ടാകുമ്പോൾ നമുക്കൊന്നിലും ഭ്രമം ഉണ്ടാവുകയില്ല. നമ്മുടെ തെറ്റായ ധാരണകളാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും ഹേതുവായിരിക്കുന്നത്. ഈ ദുഃഖത്തിൽ നിന്നും നമുക്ക് മോചനം നേടാൻ ആ ഏകത്വം ബോധിക്കുക. ആ ഏകത്വത്തിൽ നിന്നാണ് ഭ്രമം കൊണ്ട് നാനാത്വമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. നാനാത്വമാകുമ്പോഴാണ് എൻ്റേതും നിൻ്റേതും ഇഷ്ടവും അനിഷ്ടവും രാഗദ്വേഷങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഏകത്വത്തിലെത്തുമ്പോൾ ഇവയെല്ലാം ദ്വന്ദ്ങ്ങളെല്ലാം നഷ്ടമായി ആ പരമാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപെന്തോ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിൻ്റെ സ്വഭാവം ആനന്ദവും അറിവും അഭയവുമാണ്. ഭയം എന്ന ഒന്ന് പിന്നെ അവരെ തീണ്ടുകയില്ല. നിർഭയതയാണ്. അവിടെ അറിയാനായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. ഏതറിവും ആ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും വേണമെന്ന് തോന്നുകയില്ല, മറ്റൊന്നും അറിയണമെന്നും തോന്നുകയില്ല. അതുപോലെ ആ പരമമായ ആനന്ദത്തിന് സമമായി വേറെ ഒന്നില്ലതാനും. ഇവിടെ ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്നതൊക്കെ ക്ഷണികമാണ്, അല്പസമയം നിലനിൽക്കുന്നതുമാണ്. അതിൻ്റെ പിന്നിൽ ദുഃഖം ഒളിഞ്ഞിരിക്കുന്നുമുണ്ട്. ഭോഗേ രോഗഭയം എന്നാണ്. അമിതമായി ഭോഗം അനുഭവിച്ചാൽ തുച്ഛമായ സുഖം നമുക്ക് കിട്ടും. പക്ഷേ ആ സുഖത്തിൻ്റെ പിന്നിൽ ദുഃഖം ഒളിഞ്ഞിരിക്കുന്നു എന്ന സത്യം നമ്മൾ ബോധിക്കണം. ഈ സുഖത്തിനും ദുഃഖത്തിനും അതീതമായിരിക്കുന്ന ആ പരമ്പൊരുളിനെ അറിയുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ശ്രമം. നാനാത്വം കാണുമ്പോൾ ഏകത്വം കാണില്ല, കാണില്ല നാനാത്വം ബ്രഹ്മത്തിലും. ലോകം തെളിഞ്ഞതും ലോകം മറഞ്ഞതും ആധാരമായ പരമ്പൊരുളിൽ.